ഈശോയെ ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ ഈശോയുടെ രക്തം പുരണ്ട കൈകളും ശരീരവും ഞാൻ കണ്ടു. ഈശോൻ്റെ നേരെ കൈ നീട്ടി ഞാൻ ഈശോയുടെ കയ്യിലേക്ക് എൻ്റെ രക്തമുണ്ട് ഈശോയുടെ കയ്യിൽ, അങ്ങോട്ട് എൻ്റെ കൈ ഞാൻ വെച്ചു. ഈശോയുടെ മനസ്സിൽ പറഞ്ഞു പറയുക, നീ ആഗ്രഹങ്ങളും നിൻ്റെ ആവശ്യങ്ങളൊന്നുമല്ല ചോദിക്കേണ്ട, ഈശോയെ എൻ്റെ കടങ്ങളും പാവങ്ങളും പൊറുക്കണേന്ന് ഞാൻ പറഞ്ഞു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് റീനാമപ്പോൾ. ഞാൻ കോട്ടയം ജില്ല കുറുപ്പന്തറ മണ്ണാറപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തുന്നതിന് ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട തിരുവൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ കോടാനുകൂടി അമ്മ മാതാവിന് തിരുക്കുമാരനോടും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ 2019 ഏപ്രിൽ 5 ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട്. ഞാനിത് 3ാമത്തെ സാക്ഷ്യമാണ് എൻ്റെ മാതാവിനെ അനുവദിച്ചിരിക്കുന്നത് പറയാനായിട്ട്. എനിക്ക് 15 വർഷമായിട്ട് ഒരു സ്ഥിരം ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി നിയോഗം വെച്ചു. ഞാൻ അംഗൻവാടി വർക്കറിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. അച്ഛൻ്റെ ഇൻ്റർവ്യൂവിന് സമയത്ത് ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിരുന്നു. പിന്നീട് ലിസ്റ്റിൽ ഞാനുണ്ട്, പക്ഷേ എനിക്ക് ലിസ്റ്റ് ഒരു കേസിലായിപ്പോയി. ഞാൻ അവർ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞ് 41 ദിവസത്തിനുള്ളിൽ നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവിൻ്റെ വണക്കവാസത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ വണക്കവാസത്തിന് 30-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിച്ചു. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഇതെൻ്റെ മോളാണ് അദീന മരിയ റോബി. മോള് 8 വർഷത്തോളം അവൾക്ക് പഠനത്തിൽ അവൾ തീരെ പുറകോട്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾ ഓരോ ക്ലാസ്സിലും മുമ്പോട്ട് 1-2 സ്ഥാനങ്ങളിലോട്ട് കയറി വരാനായിട്ട് മാതാവ് അനുവദിച്ചു. 10ാം ക്ലാസ്സിൽ അവൾക്ക് ഫുൾ A+ മാർക്ക് കിട്ടി. +2-നും ഫുൾ A+ മാർക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നമ്മുടെ ആഗ്രഹമല്ല, ഈശോയുടെ മാതാവിൻ്റെ ആഗ്രഹം. റിസൾട്ട് വരുന്നതിന് ഞാനെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. റിസൾട്ട് വരുന്നതിൻ്റെ 2 ദിവസം മുൻപ് മാതാവ് എനിക്ക് കാണിച്ചു തന്നു, മോൾക്ക് ഫുൾ A+ മാർക്കില്ല, നല്ല മാർക്കുണ്ട് എങ്കിലും ഫുൾ A+ മാർക്കില്ല. റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞാൻ അവളോട് പറഞ്ഞു, അല്ലേ റിസൾട്ട് വന്നതിന് ശേഷം പറഞ്ഞാൽ കൊച്ചു വിശ്വസിക്കാമല്ലോ. അപ്പം മോളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് മാതാവ് കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ഫുൾ A+ ഇല്ലെങ്കിൽ നല്ല മാർക്കോടെ അവൾ പാസ്സായി. ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി മാതാവ് അനുവദിച്ചിരിക്കുന്നു. അടുത്തായി ഞാൻ 2021 തൊട്ട് 2021, 22, 23, 24, 25 വർഷത്തെ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിന് മാതാവ് എന്നെ അനുവദിച്ചു. ആദ്യത്തെ ജപമാല റാലിക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. രാവിലെ 5 മണിയാകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് പോയിരുന്നു, തന്നെ പോകുന്നത്. തിരിച്ച് വരുമ്പോഴത്തേന് രാവിലെ കുഴപ്പമില്ല, തിരിച്ച് വരുമ്പോൾ ഇരുട്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെ ഞാൻ തിരിച്ച് വരുമെന്നൊരു ടെൻഷൻ ഉണ്ടായി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മാതാവിൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊരു കൂട്ട് വേണം തിരിച്ച് വരാൻ നേരത്ത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴേക്കും 2 ചേച്ചിമാരുടെ നിൽപ്പുണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കൃപാസനത്തിൽ ജപമാല റാലിക്ക് പോവുകയാണോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങളൊരു ബസ്സിൽ കയറിയതായിരുന്നു, പക്ഷേ ഞങ്ങൾ എന്തിനാണെന്ന് അറിയത്തില്ല, ഞങ്ങൾ തിരിച്ചിറങ്ങി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ മാതാവ് എനിക്ക് വേണ്ടി നിങ്ങളെ കരുതിയിരിക്കുന്ന കൂട്ടാണ്. അങ്ങനെ എൻ്റെ മാതാവ് കൂടെ വന്ന് എന്നെ ജപമാല റാലിയിൽ, എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു ജപമാലയിൽ പങ്കെടുക്കണം, പക്ഷേ എനിക്ക് ആരും കൂട്ടില്ല. അപ്പോൾ മാതാവ് തന്നെ കൂടെ വന്ന് 2 പ്രാവശ്യം ഞാൻ അവരെ കാണാതെ പോയി, അവരെ തിരക്കിനിടയ്ക്ക് പിന്നെ അവരെ കണ്ടുമുട്ടി. അങ്ങനെ എൻ്റെ മാതാവ് തന്നെയാണ് എൻ്റെ കൂടെ വന്ന് എന്നെ ജപമാല റാലി ആദ്യ അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു കഫത്തിൻ്റെ തണുപ്പൊക്കെ കാലമാകുമ്പോഴത്തേനും കഫത്തിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു, കഫത്തിന് ഒരു ചൊവ. അപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഉടമ്പടി നിയോഗം വെച്ചിട്ടില്ല, മാതാവിൻ്റെ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം തണുത്ത ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് എനിക്ക് അങ്ങനെ ചൊവ വരും. ഇപ്പോൾ അത് 3 മാസമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും അത് മാറി കിട്ടിയിരിക്കുന്നു. മാതാവ് അതെനിക്ക് ബോധ്യപ്പെടുത്തി തന്നു, എനിക്കത് സൗഖ്യമായി കിട്ടിയെന്ന്. അപ്പം അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചത് തന്നെ, എനിക്കിങ്ങനെ ആ ഒരവസ്ഥ ഇപ്പോൾ ഇല്ലല്ലോ എന്ന്. പിന്നെ എനിക്ക് 8 മാസമായിട്ട് എൻ്റെ ഉരത്തിന് ഭയങ്കര വേദനയായിരുന്നു. എൻ്റെ ആ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ തന്നെ വിളക്കിലെ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കത് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഞങ്ങളുടെ വീട്ടിലാണ് കുടുംബ പ്രാർത്ഥന ഉടമ്പടി എടുത്തതിന് ശേഷം മുടങ്ങാതെ ചെല്ലുവാൻ എൻ്റെ അമ്മ മാതാവ് ഈശോയും അനുവദിച്ചു. നേരത്തെയൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ കുറച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം, അങ്ങനെ ഒരു മനോഭാവമായിരുന്നു വീട്ടിലെല്ലാവർക്കും.
പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പിള്ളേരാണേലും എവിടെയെങ്കിലും വിശേഷ ദിവസം എവിടെയെങ്കിലും പോകണം എങ്ങനെയാണേലും പിള്ളേർ ചോദിക്കും, ഹസ്ബൻഡാണ് എല്ലാവരും ചോദിക്കും എപ്പോഴാണ് നമ്മൾ കുരിശ് വരച്ചിട്ട് പോകുന്നേ എന്നാണ് സമയം തിരക്കുക ഇങ്ങോട്ട്. അല്ലാതെ കുരിശ് വരയ്ക്കാതെ വേറെ ഫംഗ്ഷന് പോകുക എന്നുള്ളത് സാധ്യമല്ല എന്ന് അവർക്ക് ഉടമ്പടിയിലൂടെ അവർക്ക് ബോധ്യമായി. പിന്നെ ഞാൻ പത്രം കുമ്പസാരിക്കാറുണ്ട്, വിശുദ്ധ കുർബാന മുടക്കാറില്ല. ഞായറാഴ്ചകളിൽ ഇപ്പം ജോലിക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും പോകാൻ സാധിക്കുന്നില്ല, അല്ലാത്തപ്പോൾ എല്ലാ ദിവസവും പോകുമായിരുന്നു. ഞാൻ പത്രം വിതരണം ചെയ്യുന്നത് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ബസ് സ്റ്റോപ്പിലും വഴിയെ നടന്ന് പോകുന്ന ആൾക്കാർക്കും. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ്. അപ്പോൾ എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഞാൻ പത്രം വിതരണം ചെയ്യുന്നത്. 1 രൂപ പോലും ഇല്ലാത്ത ഭവനം പണിയാൻ എന്ന സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 1 രൂപ പോലും സമ്പാദ്യമില്ലാതെയാണ് അമ്മാതാവ് ഭവനം പണിത് തന്നത്. ആദ്യം പത്രം കൊടുക്കുമ്പോൾ ചോദിക്കുമായിരുന്നു, നിങ്ങളുടെ സാക്ഷി നിങ്ങൾക്കുണ്ടോ? അപ്പോൾ അമ്മയോട് പറഞ്ഞു, മാതാവേ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ സ്വന്തം സാക്ഷി പറഞ്ഞ് പത്രം കൊടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ഭവനം തന്നത്. എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞാണ് ഞാൻ പത്രം വിതരണം ചെയ്യുന്നത്. പിന്നെ ഞാൻ പള്ളിയിൽ വെച്ചും ഒരു ഓഫീസ് വെച്ചും ഹോസ്പിറ്റലിൽ വെച്ചും അമ്മ മാതാവിൻ്റെ പത്രം കെട്ടോടെ കിടക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. അത് ഞാനെടുത്ത് കൊച്ചുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഒരു പത്രം മാതാവിൻ്റെ പത്രം കണ്ടാൽ അത് അനേകർക്ക് ആവശ്യമുണ്ട്, ആവശ്യമുള്ള കരങ്ങളിൽ എത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഈശോയെ ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ ഈശോയുടെ രക്തം പുരണ്ട കൈകളും ശരീരവും ഞാൻ കണ്ടു. ഈശോൻ്റെ നേരെ കൈ നീട്ടി ഞാൻ ഈശോയുടെ കയ്യിലേക്ക് എൻ്റെ രക്തമുണ്ട് ഈശോയുടെ കയ്യിൽ, അങ്ങോട്ട് എൻ്റെ കൈ ഞാൻ വെച്ചു. ഈശോയെ മനസ്സിൽ പറഞ്ഞറിയാ, നീ ആഗ്രഹങ്ങളും നിൻ്റെ ആവശ്യങ്ങളൊന്നുമല്ല ചോദിക്കേണ്ട, ഈശോയെ എൻ്റെ കടങ്ങളും പാവങ്ങളും പൊറുക്കണേന്ന് ഞാൻ പറഞ്ഞു. മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ഡെയിലി ബ്രെഡ് ഞാൻ സ്ഥിരം രാവിലെ കൂടുകയും എൻ്റെ സ്റ്റാറ്റസ് ഇടുകയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. നമ്മുടെ ഓരോ ദിവസത്തെ ആവശ്യങ്ങൾ അവർ ഡെയിലി ബ്രെഡിലൂടെ അമ്മ മാതാവിൻ്റെ ഈശോയുടെയും കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ അവർ ഡെയിലി ബ്രെഡ് തന്നതിനെ ഓർത്ത് അമ്മ മാതാവിന് തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. നമുക്ക് ആവശ്യമായ നിർദ്ദേശം മറുപടികളും നമ്മുടെ മനസ്സിലുള്ള ചോദ്യത്തിന് മറുപടിയാണ് അച്ഛൻ അവർ ഡെയിലി ബ്രെഡിലൂടെ പറയുന്നത്. നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അതാണ് ഡെയിലി ബ്രെഡിലൂടെ അവർ ഡെയിലി ബ്രെഡിലൂടെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു ഡെയിലി ബ്രെഡ് അവർ ഡെയിലി ബ്രെഡും ലൈറ്റ് ക്യാൻഡി പ്രയലെല്ലാം നമുക്ക് തന്നതിനെ ഓർത്ത് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഈ ഉടമ്പടി വന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ചെറിയ രീതിയിലൊക്കെ എല്ലാവരെയും സഹായിക്കുമായിരുന്നു എങ്കിലും ഒരു അനാഥാലയത്തിൽ പോകാനും അമ്മച്ചിയൊക്കെ കുളിപ്പിക്കുവാനും ഭക്ഷണം വാരി കൊടുക്കുവാനും മറ്റുള്ള എല്ലാ അവർക്ക് വർത്താനം പറയാൻ കൊതിയാണ് വെച്ചാൽ ആരും ഇല്ല അവർക്ക്. അങ്ങനെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി വന്നതുകൊണ്ട് മാത്രം എല്ലാ അനാഥാലയങ്ങളിലുള്ള അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും ഒരു ഉടമ്പടി എടുത്തവരുടെ സാന്നിധ്യം എല്ലാം കിട്ടാൻ സാധിച്ചത് നമ്മുടെ ഈ ഉടമ്പടി വന്നതുകൊണ്ട് മാത്രമാണ്. ഉടമ്പടി എടുത്തുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത്, അല്ല ഞാനങ്ങനെ ചെയ്യത്തില്ല. നമ്മൾ ആര് സഹായം ചോദിച്ചാൽ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ ഭക്ഷണം കൊടുത്താൽ തന്നെ അതിനകത്ത് ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ടാണ് കൊടുക്കാറുള്ളത്, സാധിക്കുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഉടമ്പടിയിൽ ജീവിതകാലം മൊത്തം ഞാനും എൻ്റെ കുടുംബവും നിലനിൽക്കും. എൻ്റെ മോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അവൾ ഉടമ്പടിയിലാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ അമ്മ മാതാവിനും പിന്നെ എനിക്കൊരു സാമ്പത്തികമായിട്ട് തീരെ മോശമായിരുന്ന അവസ്ഥയിൽ എൻ്റെ അമ്മ മാതാവ് ഞാൻ അബാക്കസൊക്കെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ഫീസൊക്കെ കിട്ടാനുണ്ടായിരുന്നത് ഞാൻ ചോദിക്കാതെ എനിക്ക് ആവശ്യമായ സമയത്ത് കിട്ടുകയും എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ഉടമ്പടിയിലായിരിക്കും. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഇത്രയും അനുഗ്രഹം എനിക്ക് സാക്ഷ്യം പറയുമ്പോൾ സാധിക്കുന്നത് കോടാനുകൂടി നന്ദി പറയുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാം തിരുവചനം. അവൻ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. റീനമ്മ പോൾ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഈശോയെ തൊട്ടനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ഉടമ്പടി ജീവിതം നയിക്കുവാൻ ഈ മകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ മകളുടെ നിയോഗങ്ങളെക്കാൾ കൂടുതൽ ഈശോയുടെ എല്ലാ പീഡാസഹനങ്ങളെയും നേരിട്ട് കാണുവാനും ദർശനങ്ങളിലൂടെ ഈശോയെ ആശ്വസിപ്പിക്കാനും സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മഹാഭാഗ്യമായി മകൾ ഇന്ന് കരുതുകയാണ്. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ
സമയച്ചുരുക്കത്തിലാണ് ഈ മകൾക്ക് ഗവൺമെൻറ് ജോലി, ഒരു ടീച്ചറായി ജോലി കിട്ടിയത് എന്ന് ഈ മകൾ ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ മകളുടെ ഫുൾ A+ കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആശയവിനിമയം നടത്തി നിൻ്റെ മകൾക്ക് ഫുൾ A+ കിട്ടുകയില്ല, നല്ല മാർക്ക് കിട്ടുമെന്ന്. അതുപോലെ തന്നെ അവർ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. 5 തവണ ഈ മകൾ ഇവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്തു. ഇവിടെ വരുമ്പോൾ മകൾക്ക് പേടിയായിരുന്നു, തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന്. ആ ഒരു നെടുവീർപ്പ് പോലും, നമ്മുടെ നെടുവീർപ്പുകളിൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീനമ്മയ്ക്ക് കൂട്ടായി വന്ന് പരിശുദ്ധ അമ്മ തന്നെ മകളോടുകൂടെ സഞ്ചരിക്കുകയും ജപമാല റാലികൾ കൃത്യമായി അവസാനിപ്പിക്കുവാനും പങ്കെടുക്കുവാനും സാധിച്ചു എന്നതിന് നന്ദി പറയുകയാണ്. ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഇവർ കാണുന്നത് ഇവർക്ക് വിശ്വാസം കൈമാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുടുംബത്തിൽ തന്നെ മക്കളുടെ ഒരു നിലപാടാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി നിൽക്കുന്നത്. എത്ര തന്നെ ഫംഗ്ഷൻ ഉണ്ടായാലും ആഘോഷങ്ങളുണ്ടായാലും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ലാതെ കുരിശു വരയ്ക്കാതെ നമുക്ക് മറ്റൊരു പരിപാടി ഇല്ല എന്ന് മക്കളുടെ തന്നെ നിലപാടിലേക്ക് എത്തണമെങ്കിൽ അവർ അത്രമാത്രം ജീവിതത്തിൽ ഉടമ്പടി ഒരു ജീവിതക്രമമായി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇന്ന് റീനമ്മയുടെ ഏറ്റു പറയുന്നത്. ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ സമാധാനവും ആനന്ദവും അതുതന്നെയാണ്. സമാനമായ പ്രതിസന്ധികൾ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് റീനമ്മയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നല്ലൊരു കയ്യോടെയോടെ ഈ സാക്ഷി നമുക്ക്